ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ ഒരു നിലപാട് രൂപപ്പെട്ടതായി നമുക്കാർക്കും അറിവില്ല. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് അർച്ചന നമ്മൾക്കൊപ്പം ചേരും. അപ്പോൾ അർച്ചനയോട് ചോദിക്കുക, അർച്ചനയ്ക്ക് എന്തെങ്കിലും വിവരം അതേക്കുറിച്ച് കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി അറിയാം. അർച്ചന, ഗുഡ് മോർണിംഗ്. കിട്ടിയോ? എന്ത് കിട്ടിയോന്നാ അല്ലേ? അതായത് മലയാള സിനിമയിലെ സംഘടനകൾക്ക് ഈ റിപ്പോർട്ടിന്മേൽ എന്താണ് നിലപാട് എന്ന് അറിവ് കിട്ടിയോ? ശരത്, നിലവിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം അതീവ ഗുരുതരമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇന്നലെ മുതൽ നമ്മൾ പലരുടെയും പ്രതികരണങ്ങൾ തേടുകയാണ്. എന്നാൽ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട സിനിമാ സംഘടന ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രധാനമായും താരസംഘടനയായ അമ്മ, സംവിധായകരുടെ സംഘടനയായ ഫെഫ്ക, അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഇവരൊന്നും തന്നെ ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കി, ഈ റിപ്പോർട്ട് നിലപാട് വ്യക്തമാക്കി ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് അമ്മ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെ നമ്മൾ സമീപിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ട് പൂർണ്ണമായും പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ്. അതുകൊണ്ട് തന്നെ സമയം വേണം, അതിനുശേഷം പ്രതികരണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, സർക്കാരുമായി ഈ വിഷയത്തിൽ എല്ലാ സഹകരണവുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഒരാഴ്ചക്കകം ഈ റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് നടൻ സിദ്ദിഖ് ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ഫെഫ്കയോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഒന്നും ബന്ധപ്പെട്ടപ്പോൾ യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും എല്ലാവരും തന്നെ ഇത്തരത്തിൽ നിലവിൽ പ്രതികരിക്കേണ്ട എന്നൊരു തീരുമാനം തന്നെയാണ് എടുക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു മൗനം സിനിമാ മേഖലയിൽ നിന്നും സിനിമാ സംഘടനയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല, താരസംഘടനയായ അമ്മയ്ക്കെതിരെ ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പല പ്രശ്നങ്ങൾക്കും ഇടപെടുന്ന അമ്മ സംഘടന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും കണ്ടില്ലെന്നും അതിൽ മൗനം തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നടക്കമുള്ള പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയ്ക്ക് ഇത്തരമൊരു പരാമർശങ്ങൾ വരുമ്പോൾ അതിൽ പ്രതികരണവും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. എന്നാൽ ഇത്തരത്തിലൊരു യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ താരങ്ങളിൽ നിന്നും നമ്മൾ പലപ്പോഴും സമീപിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അർച്ചന പറഞ്ഞ പോലെ നമുക്ക് പ്രതീക്ഷിക്കാം, ഇന്ന് ചിലപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. സിദ്ദിഖൊക്കെ ഇന്നലെ പറഞ്ഞത് പഠിക്കുന്നുവെന്നാണ് പറഞ്ഞത്. പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പഠിക്കുന്നു. നിശ്ചയമായി ഒട്ടേറെ പ്രധാനപ്പെട്ട അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള വെളിപ്പെടുത്തലുകളാണ്. അതേക്കുറിച്ച് പഠിക്കുന്നുവെന്നാണ് ആ സംഘടന പറഞ്ഞത്. അതുപോലെ തന്നെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വളരെ പ്രധാനപ്പെട്ട സംഘടനയാണ്. അവരുടെ നിലപാട് പ്രധാനമാണ്. കാരണം ഒരു തൊഴിലിടം, എംപ്ലോയർ എന്ന നിലയിൽ വരുന്നത് നിർമ്മാതാക്കളാണ്. ആ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ വളരെ നിർണായകമായൊരു സ്പേസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫെഫ്ക, ടെക്നീഷ്യൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനാണ്. 20-ലധികം യൂണിയനുകൾ അതിനകത്ത് തന്നെയുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഈ സംവിധാനങ്ങൾ എന്തു പറയുന്നു എന്നറിയാൻ കേരളം കാത്തിരിക്കുന്നുണ്ട്. മാത്രമല്ല, സർക്കാരിൻ്റെ ഫിലിം കോൺക്ലേവ് എന്ന ആശയത്തോടുള്ള അവരുടെ സമീപനം എന്താണ് എന്നും പറയേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇന്നത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം.